ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗനെ പറ്റിയിട്ട് പഠിച്ചത് അല്ലേ? അല്ലേ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേട്ടായിരുന്നോ ഞാൻ അയച്ചത്? ഓക്കെ. കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ആൽഗെ. ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായലുകളാണ്. ഓക്കെ. ആൽഗകൾ യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആകാം, മൾട്ടി സെല്ലുലാർ ആകാം. യൂണിസെല്ലുലാർ ആൽഗയുടെ ഒരു ഉദാഹരണമാണ് ക്ലമൈഡോമോണസ്. കണ്ട, ഇതാണ് ക്ലമൈഡോമോണസ്. ഒറ്റ സെല്ലുള്ള ഒരു ആൽഗയാണ് ക്ലമൈഡോമോണസ്. ഓക്കെ. ഇനി ഒരു മൾട്ടി സെല്ലുലാർ ആൽഗയെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ഒരു ഫിലമെന്റ് പോലെയുള്ള ഒരു ആൽഗയെ കണ്ടില്ലേ? ഇതിന് വിളിക്കുന്ന പേരാണ് സ്പൈറോഗൈർ. ഓക്കെ. അപ്പോ ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോ അതിൽ യൂണിസെല്ലുലാർ ആൽഗകൾ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആൽഗകൾ ഉണ്ട്. യൂണിസെല്ലുലാർ ആൽഗയുടെ ഒരു എക്സാമ്പിൾ ആണ് ക്ലമൈഡോമോണാസ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയത്. ഓക്കെ. അതിന്റെ ഉദാഹരണമാണ് സ്പൈറോഗൈറ. മനസ്സിലായ മക്കളെ? മനസ്സിലായി. ഓക്കെ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഗയ്ക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ക്ലോറോഫിൽ പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് അവരുടെ ബോഡിയിലുണ്ട്. ക്ലോറോഫിൽ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട ഇതൊരു ആൽഗയാണ്. ഈ ആൽഗയുടെ അകത്ത് ഒരുപാട് ക്ലോറോഫിൽസുകൾ ഉണ്ട്. ഈ ക്ലോറോഫിൽസിന്റെ അകത്താണ് ഇവര് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ. അത് കാരണം കൊണ്ട് നമുക്ക് പറയാം ദേ ആർ ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത്, പല ടൈപ്പ് ഓഫ് ആൽഗകൾ ഉണ്ട്. ചില ആൽഗകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്ലൂ ആൽഗകൾ ഉണ്ട്, ബ്രൗൺ ആൽഗകൾ ഉണ്ട്, ഗ്രീൻ ആൽഗകൾ ഉണ്ട്, പിന്നെ റെഡ് ആൽഗകൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നറിയോ? ഈ ഓരോ ആൽഗയുടെ ബോഡിയിലും ഓരോ പിഗ്മെന്റ് ആണുള്ളത്. ഇപ്പോ പച്ച കളർ ആൽഗയുടെ ബോഡിയിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് ആണുള്ളത്. ക്ലോറോഫിൽ പിഗ്മെന്റ് ഇവർക്കുള്ളത് കാരണം കൊണ്ടാണ് ഇവർ ഗ്രീൻ ആൽഗ ആയത്. അറ്റ് ദ സെയിം ടൈം ബ്ലൂ പിഗ്മെന്റിന്റെ പേര് ഫൈക്കോസയാനിൻ. ഈ ഫൈക്കോസയാനിൻ പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലൂ ആൽഗകളിൽ ഉള്ളത്. അത് കാരണം കൊണ്ട് അവരെ നമ്മൾ ബ്ലൂ ആൽഗ എന്ന് പറയും. ഓക്കെ. ഇനി ഫ്യൂക്കോക്സാന്തിൻ പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്. കണ്ട, ബ്രൗൺ ആൽഗകളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. ഓക്കെ. ഇനി റെഡ് പിഗ്മെന്റിന്റെ പേരാണ് ഫൈക്കോഎരിത്രിൻ. നമുക്ക് ഈ റെഡ് ആൽഗകളിലാണ് കൂടുതലായിട്ടും ഫൈക്കോഎരിത്രിനെ കാണുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പായലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളർ മാത്രമല്ല, ബ്ലൂ കളർ ഉണ്ട്, ബ്രൗൺ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൽഗകളിലുള്ള പിഗ്മെന്റ് വ്യത്യാസമാണ്. ഫൈക്കോസയാനിൻ ആണെങ്കിൽ അത് ബ്ലൂ പിഗ്മെന്റ്, ബ്രൗൺ പിഗ്മെന്റ് ആണെങ്കിൽ ആ പിഗ്മെന്റിന്റെ പേരാണ് ഫ്യൂക്കോക്സാന്തിൻ. ഫൈക്കോഎരിത്രിൻ ആണ് ഉള്ളതെങ്കിൽ അത് റെഡ് ആൽഗ ആകും. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? പറഞ്ഞോളൂ. മനസ്സിലായോ? ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇനി
ഓക്കെ, ഇനി അടുത്തത് ആൽഗകൾക്ക് ഒരു സെൽ വാൾ ഉണ്ട്. ആൽഗകൾക്ക് സെൽ വാൾ ഉണ്ട്. ഒരു സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, കണ്ട ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ട ഇത് ക്ലമൈഡോമോണാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽഗിയ. ഇവരുടെ ക്ലോറോപ്ലാസ്റ്റ് കണ്ട ഒരു കപ്പ് പോലെ ഉണ്ട് അല്ലേ? ഒരു കപ്പ് പോലെയുള്ള ഈ ഗ്രീൻ കളർ ഓർഗനലിന് പറയുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്താണ് ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ഉള്ളത്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇത് കണ്ട, ഇതൊക്കെ ക്ലോറോപ്ലാസ്റ്റാ. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് ക്ലോറോഫിൽ പിഗ്മെന്റുകൾ ഉണ്ട്. അതിന്റെ അകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആൽഗകൾക്ക് സെൽ വോളും സെൽ മെംബ്രെയിനും ന്യൂക്ലിയസ് ഉണ്ട്. കാരണം എന്താ? ഇവര് യൂക്കാരിയോട്ടാ. സൈറ്റോപ്ലാസവും ക്ലോറോപ്ലാസ്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ക്ലോറോപ്ലാസ്റ്റ് പല ജീവികളിലും പലതാ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇത് നമ്മുടെ ക്ലമൈഡോമോണാസ് ആണ്. കണ്ട, ഇത് ക്ലമൈഡോമോണാസ് ആണ്. ഈ ക്ലമൈഡോമോണാസിന് കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ്. കണ്ട, കപ്പ് പോലത്തെ ക്ലോറോപ്ലാസ്റ്റുകളാണ് നമ്മുടെ ക്ലമൈഡോമോണാസിലുള്ളത്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഓരോ ആൽഗയിലും ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഈ കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരാണ് ക്ലമൈഡോമോണാസ്. മറിച്ച് വേറൊരാളുണ്ട്, കണ്ട, നേരത്തെ നമ്മൾ സ്പൈറോഗൈറ പഠിച്ചില്ലേ? സ്പൈറോഗൈറ എന്നുള്ളത് ഒരു മൾട്ടി സെല്ലുലാർ ആൽഗിയാണ് അല്ലേ? അപ്പൊ ഇവരുടെ ക്ലോറോപ്ലാസ്റ്റ് നോക്കിയ റിബൺ പോലെയാ. കണ്ട, റിബൺ പോലെയാണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് റിബൺ ഷേപ്ഡ് ഉള്ളത് നമ്മുടെ സ്പൈറോഗൈറക്ക, കപ്പ് ഷേപ്ഡ് ഉള്ളത് ക്ലമൈഡോമോണാസില. ക്ലമൈഡോമോണാസ് എന്നുള്ളത് ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. നമ്മുടെ സ്പൈറോഗൈറ എന്നുള്ളത് ഒരു മൾട്ടി സെല്ലുലാർ ആൽഗയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ആൽഗയിൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ കണ്ട ഇതൊരു ആൽഗിയ, സ്പൈറോഗൈറ. നേരത്തെ നമ്മൾ ഈ ആൽഗിയ കണ്ടില്ലേ, സ്പൈറോഗൈറ. ഈ സെയിം ആൽഗിയനെ ഒന്നും കൂടി സൂം ചെയ്തതാണിത്. സൂം ചെയ്തതാ. അതാണ് ആ സ്ട്രക്ചറിനകത്ത് ഒരു പൈറിനോയിഡ് പറഞ്ഞുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ന്യൂക്ലിയസും സെൽ വാളൊക്കെ ഡിസ്കസ് ചെയ്തു. ആൽഗകളിലുള്ള ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് പൈറിനോയിഡ്. അപ്പോ ഈ പൈറിനോയിഡ് എന്നുള്ള സ്ട്രക്ചർ ഇവർക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആവശ്യമില്ലാത്ത സ്റ്റാർച്ച് മോളിക്യൂൾസ് ഒക്കെ അല്ലേ? സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസുകൾ കൂടിച്ചേർന്നത് അല്ലേ? ഗ്ലൂക്കോസിന്റെ ഒരു പോളിമറാണ് സ്റ്റാർച്ച്. അപ്പൊ ആവശ്യമില്ലാത്ത മീൻസ് പിന്നീട് എനർജി മതി. അപ്പൊ അതൊക്കെ പിന്നീട് ഗ്ലൂക്കോസ് ആവശ്യത്തിലേറെ ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസുകളൊക്കെ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ ഈ പൈറിനോയിഡിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു സ്റ്റോർ റൂം പോലെ. സ്റ്റാർച്ചിന്റെ ഒരു സ്റ്റോർ റൂമാണ് പൈറിനോയിഡ്. അപ്പൊ ആൽഗകൾക്ക് എക്സ്ട്രാ എനർജി, ആൽഗകൾക്ക് എന്താ പറയാ, അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ എക്സ്ട്രാ ഗ്ലൂക്കോസുകൾ ഉണ്ടെങ്കിൽ അത് ലിവറിന്റെ അകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ ആൽഗകള് അവരുടെ സ്റ്റാർച്ചിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൈറിനോയിഡ്. ഓക്കെ, ഇനി അപ്പോ ഈ പൈറിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഭാഗമാണ്. പൈറിനോയിഡ്സ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ഗ്രീൻ ആൽഗെ. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്തുള്ള മീൻസ് ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്താണ് ശരിക്കും പൈറിനോയിഡ് എന്നുള്ള ഒരു സ്ട്രക്ചർ വരുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഭാഗങ്ങളാണ് പൈറിനോയിഡ്. ഓക്കെ, അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറോപ്ലാസ്റ്റുകളിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത്. അവരാണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യാം. ഈ പൈറിനോയിഡ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യാനാണ്. ഓക്കെ, എക്സസ് എനർജിനെ സ്റ്റോർ ചെയ്യാനാണ് പൈറിനോയിഡ്സ് ഉള്ളത്. മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇനി നമ്മുടെ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ് അവസാനിക്കാൻ പോവാണ്. അതിന്റെ അവസാനത്തെ ഭാഗത്തെത്തി. നിങ്ങൾ പറ, ഈ ആൽഗിനെ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ നമുക്ക്? പായലുകൾ ഈ ലോകത്തുള്ളത് കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? എന്ത് ഉപകാരമുള്ളത് പറയുമോ? എന്തുപകാരമുള്ളത്? റിയാൻ പറ. മോനെ കേൾക്കല്ലേ?
കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ. വെരി ഗുഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പിന്നെ അഗാർ അഗാർ പറഞ്ഞ ആൽഗെ ആ മറ്റേ യെസ് ജലീയത്തിൽ യെസ് യെസ് യെസ്, അകാർ, അകാറിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടത്തും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ മക്കള് മനസ്സിലാക്കുക, യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാളിറ്റീസുകളാണ്. ആൽഗയ്ക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആൽഗയുടെ ക്വാളിറ്റീസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കണ്ട, ഈ ആൽഗകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോഡീസ്, ഫോർ എക്സാമ്പിൾ കായലുകളായിക്കോട്ടെ, അരുവികളായിക്കോട്ടെ, കടലുകളായിക്കോട്ടെ, ഈ ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ജീവജാലങ്ങളാണ്. ഓക്കെ, ഫ്ലോട്ടാണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ജീവജാലങ്ങളാണ്. വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നാ. ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പ്ലാന്റ്സുകൾ. ഓക്കെ, പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികളെയാണ് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ഈ പായലുകളും ഒരുപാട് മീനുകളുടെ ഭക്ഷണമാണ്. ഓക്കെ, അപ്പൊ പായലുകള് ഭക്ഷണമാക്കുന്ന മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ മെയിൻ അതാണ്, ഇറ്റ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഫിഷ് ആസ് പാർട്ട് ഓഫ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളത്തിലൊക്കെ പൊങ്ങിക്കിടക്കുന്ന പായലുകള് വെള്ളത്തിൽ ജീവിക്കുന്ന മീനുകൾക്ക് ഫുഡായിട്ട് പ്രൊവൈഡ് ആവും. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ഓക്കെ, രണ്ടാമത്തതാണ്, ഈ ആൽഗയിൽ ഇഷ്ടം പോലെ വൈറ്റമിൻ എയും ഇയും റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ട്. ഓക്കെ, ചില ആൽഗകളെ നമ്മൾ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യും. മിസ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോ അതില് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എയും ഇയും ഉണ്ട്. ഓക്കെ, വൈറ്റമിൻ എ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണിന്റെ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും നല്ലതാ വൈറ്റമിൻ എ. വൈറ്റമിൻ ഇ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഏജിങ്, യുവത്വം നിർത്താനുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഒക്കെ. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മുടെ ആൽഗകളിലുണ്ട്. പിന്നെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഡിൻ, പൊട്ടാസ്യം, ഒരുപാട് വേറെ കുറെ മിനറൽസുകളൊക്കെ നമ്മുടെ ആൽഗകളിലുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറെ, എല്ലാ പായലും അല്ല ട്ടാ, എല്ലാ പായലും. ഇപ്പൊ ആൽഗ എത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പായലെടുത്ത് തിന്നരുത്. എല്ലാ ആൽഗകളും എഡിബിൾ അല്ല, ചില ആൽഗകൾ മാത്രം. ഓക്കെ, ചില ആൽഗകൾ മാത്രം. ഫിഷുകൾക്ക് ഇത് നല്ലതാ, ഫിഷുകളുടെ ഭക്ഷണമാണ് അത്, എന്ന് വെച്ചിട്ട് മനുഷ്യന്മാരത് കഴിക്കില്ല. ഓക്കെ, ചില ഇത് മാത്രമേ മനുഷ്യന്മാരെ യൂസ് ചെയ്യുള്ളൂ. അത് പറഞ്ഞു. പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബ്ലൂ ഗ്രീൻ ആൽഗെ, മിസ് നമ്മൾ ഫസ്റ്റ് കിങ്ഡം മൊണീറയിൽ കുറച്ച് ബ്ലൂ ഗ്രീൻ ആൽഗകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ശരിക്കും ബ്ലൂ ഗ്രീൻ ആൽഗെ കിങ്ഡം മൊണീറയാണ് കേട്ടാ. ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, അത് ബാക്ടീരിയ ആണെന്നാ, പിന്നീട് അത് പായലാണെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും നമ്മൾ അത് കിങ്ഡം മൊണീറയിൽ തന്നെ പെടുത്തുന്ന ആളുകളാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ കുറെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഉണ്ടാകും. കണ്ട, ഈ പായലുകൾ ബ്ലൂ കളറിൽ ഫോം ചെയ്യുന്ന കുറെ ആൽഗകൾ ഉണ്ടാകും. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗകൾ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും. മാത്രമല്ല അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന് ഭൂമിയിൽ ഫിക്സ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന് ഭൂമിയിൽ ഫിക്സ് ചെയ്യാനും നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ സഹായിക്കും. ഓക്കെ, പിന്നെ പിന്നെ മാത്രമല്ല മെയിൻ ആയിട്ട് ഇത് ഫെർട്ടിലൈസർ ആണ്, സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും എന്ന് പറഞ്ഞു അല്ലെ? ഈ ബ്ലൂ ഗ്രീൻ ആൽഗനൊക്കെ കൃഷിക്കാർ വളർത്തും വെള്ളത്തിൽ, എന്നിട്ട് ഈ ആൽഗനെ എടുത്തിട്ട് ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കും, മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഇത് റിച്ച് സോഴ്സ് ഓഫ് നൈട്രജന് നന്നായിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയുന്നവരാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ. അപ്പൊ ഭൂമിയിലത്തെ നൈട്രജൻ മുഴുവൻ ചെടികളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ബ്ലൂ ഗ്രീൻ ആൽഗകൾ. ഓക്കെ, അപ്പൊ കുറെ ഫാമേഴ്സ് ഇതിനെ യൂസ് ചെയ്യാറുണ്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇനി യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൽഗകൾ, ഫോർ എക്സാമ്പിൾ ഡയാറ്റംസ്, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോട്ടോക്ടിസ്റ്റയിലുള്ള ഒരു ഗ്രൂപ്പാണ് ഡയാറ്റംസ്. ഇങ്ങനെ ബയോലുമിനസെൻസ് പ്രോപ്പർട്ടി ഒക്കെയുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസ് ആണ് ഡയാറ്റംസ് എന്ന് പഠിച്ചു. അപ്പൊ ഇവരുടെ ശരീരത്തിൽ സിലിക്കകൾ ഉണ്ട്. ഓക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ശരീരത്തിൽ സിലിക്കകൾ ഉണ്ട്. അപ്പൊ ഈ ഡയാറ്റംസ് വെള്ളത്തിൽ കുറെ കാലം ജീവിക്കും, ജീവിച്ച് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവർ ഡെഡ് ബോഡീസ് ആവും. അപ്പൊ ഈ ഡെഡ് ബോഡീസ് മുഴുവൻ എന്താവും, ഈ മറൈൻ
അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടുകളിൽ ഇങ്ങനെ കിടക്കും. ഡയാറ്റംസ് ചത്ത് ചീഞ്ഞ് ഈ സിലിക്കകളായിട്ട്, മീൻസ് വെറും അസ്ഥികളായിട്ട് ഈ നമ്മുടെ കടലിന്റെ അടിയിൽ ഒരുപാട് കാലം കിടക്കും, ഫോസിലുകളായിട്ട്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയാറ്റമീഷ്യസ് എർത്ത് എന്നൊക്കെ പറയും. അത് നമുക്ക് അതാ യെസ് പഠിക്കാനുണ്ട്. ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയും നമ്മളതിന്. ഡയാറ്റമീഷ്യസ് എർത്ത് കണ്ട, ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയും. ഒരുപാട് കാലം ആ ചത്ത ഡയാറ്റംസ് ഭൂമിയിൽ കിടക്കും, ഡയാറ്റമീഷ്യസ് എർത്ത്. ഓക്കെ, ഇത് പിന്നെ ഈ ഡയാറ്റമീഷ്യസ് എർത്തിനെ ഈ മറൈൻ ഡൈവേഴ്സ് ഒക്കെ കൊണ്ടുപോയി കളക്ട് ചെയ്യും. ഈ ഡയാറ്റമീഷ്യസ് എർത്ത് മീൻസ് ഈ ഡയാറ്റംസ് ചത്ത് അതിന്റെ പൊടികൾ ഉണ്ടാവില്ലേ, ഫോസിൽസുകൾ ഉണ്ടാവില്ലേ, അത് മറൈനിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് അത് ഫിൽറ്ററുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മീൻസ് ഷൂ പോളിഷ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഫിൽറ്റർ ചെയ്യാൻ, ഓരോ സാധനങ്ങൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫർണേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിയ വലിയ മറ്റേ ഈ ഇരുമ്പിന്റെ ഇൻഡസ്ട്രി ഒക്കെ ഇല്ലേ, ഇരുമ്പിന്റെയും അതേപോലെ സ്റ്റീലിന്റെ ഇൻഡസ്ട്രികളൊക്കെ വലിയ വലിയ ഫർണേസുകൾ ഉണ്ടാവും, വലിയ വലിയ ബോക്സുകൾ ഉണ്ടാവും, ഈ ഇരുമ്പൊക്കെ ഉരുക്കുന്ന ബോക്സുകൾ. അതിന്റെ ലൈനിങ്ങിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡയാറ്റംസ് ചത്തു കഴിഞ്ഞാല് മറൈന്റെ അടിയിൽ ഇവര് അടിഞ്ഞുകൂടും, എന്നിട്ട് ഫോസിലുകളായിട്ട് അടിഞ്ഞുകൂടും. ഒരുപാട് കാലം ഇത് അങ്ങനെ തന്നെ ഡെപ്പോസിറ്റുകളായിട്ട് കിടക്കും. അതിനെയാണ് ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കളക്ട് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററുകളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിൽറ്റേഴ്സും അതേപോലെ വലിയ വലിയ ഫർണേസുകളുടെ ലൈനിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ, ഷൂവിന്റെ പോളിഷ് ഒക്കെ ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പല ഉപയോഗങ്ങളും നമ്മുടെ ആൽഗയ്ക്ക് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? യെസ്. ഓക്കെ ഓക്കേ. ഇനി അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടാ, കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ ഇതുവരെ ഉള്ള ക്ലാസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കണു. ഓക്കെ, അപ്പൊ കാണാത്തവര് വേഗം ഫിനിഷ് ചെയ്യുക. പിന്നെ നമ്മള് ഇനിയും ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ പോവും. നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചിട്ടേ പോവുള്ളൂ, ഡോണ്ട് വറി. ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും, ആ രീതിയിൽ തന്നെയാ പോണത്. പിന്നെ ക്ലാസ്സസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അപ്പോ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ രണ്ടാമത്തെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഈ നമ്മുടെ ചിലപ്പോൾ NIOSന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടു കഴിഞ്ഞാൽ കേട്ടാ. ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ചോദ്യം: പ്രോട്ടോക്ടിസ്റ്റ് ആർ സിംഗിൾ സെൽഡ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ മൊനീറൻസ്. ഓക്കെ, മൊനീറൻസുകൾ പോലെ പ്രോട്ടോക്ടിസ്റ്റുകളൊക്കെ സിംഗിൾ സെൽഡ് ആണ്. മോസ്റ്റ് ഓഫ് ദ മൊനീറൻസ്. വൈ ഹാവ് ദേ ബീൻ പുട്ട് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം? നോക്കിയേ, മൊനീറകളും സിംഗിൾ സെൽഡ് ആണ്, പ്രോട്ടോക്ടിസ്റ്റുകളും സിംഗിൾ സെൽഡ് ആണ്. പിന്നെ രണ്ടുപേർക്കും എന്തിനാ സെപ്പറേറ്റ് കിങ്ഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിന്റെ ആൻസർ? മൊനീറൻസ് പ്രൊക്കാരിയോട്ടും യെസ് വെരി ഗുഡ്. മൊണീറകള് പ്രോകാരിയോട്ടാ, പക്ഷേ നമ്മുടെ പ്രോട്ടോക്ടിസ്റ്റ് എന്താണ്? യൂകാരിയോട്സ് ആണ്. മനസ്സിലായ? അപ്പൊ നമുക്ക് എന്തെഴുതാം? നമ്മുടെ പ്രോട്ടോക്ടിസ്റ്റ ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ട്. മൊണീറൻസ് എന്തായിരുന്നു? യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് ആണ്. ഈ ഒറ്റ ആൻസർ എഴുതി. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൻസർ ഇൻ വൺ ഷോർട്ട് സെന്റൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കത് കിട്ടി. ഇനി അടുത്ത ചോദ്യം: നെയിം ദ പ്രൊട്ടോസോവൻ വിച്ച് കോസസ് അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന പ്രൊട്ടോസോവയുടെ പേരെന്ത്? അറിയോ? ആർക്കെങ്കിലും അറിയോ? അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന പ്രൊട്ടോസോവയുടെ പേരെന്ത്? സന, ഓർമ്മയില്ലേ? എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക. എക്സാമിന് ചോദിക്കും. അമീബിക് ഡിസെൻട്രി, അമീബിക് വയറുകടി എന്നൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ? വയറിളക്കം വരും, ഛർദില് വരും എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ? അതുണ്ടാക്കുന്ന അമീബയുടെ പേരാണ് എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക. നോക്കിയേ, നമ്മുടെ നോട്ട്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടാ. ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചിലപ്പോൾ എക്സാമിനും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ നോക്കണം.
ആദ്യം ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം പിന്നെ ബാക്കി പഠിച്ചാൽ മതി കേട്ടാ. ഇനി രണ്ടാമത്തത്, മലേറിയ ആരാ ഉണ്ടാക്കുന്നത്? മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയുടെ പേരെന്താ? ആർക്ക് പറയാം? അറിയോ നിങ്ങൾക്ക്? മലേറിയ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിയാൻ, മലേറിയ ഉണ്ടാക്കുന്നത് ആരാ? ഏ ഹലോ, പ്ലാസ്മോഡിയം. ആരുണ്ടാക്കുന്നത് മലേറിയ? മലേറിയ ആരുണ്ടാക്കുന്നത്? റിൻഷിത, കണക്ഷൻ കിട്ടുന്നുണ്ടോ? ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ റിൻഷിത? പ്ലാസ്മോഡിയം ആണോ? ആ, ആരാണ് മലേറിയ? പ്ലാസ്മോഡിയം. വെരി ഗുഡ്, പ്ലാസ്മോഡിയം. കണ്ടാ, നോക്കിയ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം ട്ടാ, വെറുതെ മാർക്ക് കളയരുതേ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ പ്രോട്ടോപ്റ്റിസ്റ്റ? പ്രോട്ടോപ്റ്റിസ്റ്റയിൽ കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏത്? ആർക്ക് പറയാ? സൂസ്പോസിന്റെ ആർക്ക് പറയാ? മോനെ പറയ്. ഹലോ, സൂസ്പോസ്. യെസ്, ബൈനറി ഫിഷൻ ആണ് ട്ടാ, ബൈനറി ഫിഷൻ. ഒരു മിനിറ്റ്. ഓക്കെ ഗായ്സ്, ഞാൻ പറയണ കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? ആ ഓക്കെ. അപ്പോ ഏത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പ്രോട്ടോപ്റ്റിസ്റ്റയിൽ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി ഫിഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത്, ത്രൂ വിച്ച് ഓർഗനൽ ഓഫ് ദി പ്രോട്ടോപ്റ്റിസ്റ്റ് ഡസ് റെസ്പിറേഷൻ ഒക്കർ? റെസ്പിറേഷൻ ഏത് ഓർഗനൽ വഴിയാണ് പ്രോട്ടോപ്റ്റിസ്റ്റയിൽ നടക്കുന്നത്? ആർക്ക് പറയാം? ഹലോ, പറയാൻ പറ്റുമോ? ഹലോ. പറയാൻ പറ്റുമോ ഇതിന്റെ ആൻസർ? ബുക്ക് വായിച്ചിരുന്നോ? അല്ല, നോട്ട് വായിച്ചിരുന്നോ? ഹലോ, ആൻസർ അറിയോ? പറയട്ടെ. മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിലാണ് റെസ്പിറേഷൻ നടക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പോ കിങ്ഡം മൊണീറ ആയിരുന്നപ്പോൾ അത് മീസോസോം ആയിരുന്നു, മീസോസോം. ഓക്കെ, കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റയിൽ എവിടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയാണ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. ഓക്കെ, ഇനി അടുത്തത്, നെയിം ദ ഓർഗനൽ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് വാട്ടർ കണ്ടന്റ് ഓർ ഓസ്മോ റെഗുലേഷൻ ഇൻ അമീബ. അമീബകളിൽ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ
നടത്തുന്നത് ആരാണ്? ഏത് ഓർഗനലാണ്? സന പറ, ഇതിന്റെ ആൻസർ പറ. പാസ്സാവണ്ട നമുക്ക്. റിൻഷിത എവിടെ? ആരുമില്ലേ? റിൻഷിത പറ. എല്ലാവരും ആൻസർ പറ. ഇതിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കോൺട്രാക്ടൈൽ വാക്യൂൾ. കോൺട്രാക്ടൈൽ വാക്യൂൾ. നോക്കിയേ, നിങ്ങൾ ക്ലാസ് ശരിക്ക് കേട്ടിട്ടില്ലേട്ടാ. കേൾക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. നാളെ ഒരു എക്സാമിന് വന്നാലും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, മനസ്സിലായോ? അപ്പോ കേൾക്കാത്തവർ ക്ലാസ് ആദ്യം മുതൽ ഒന്നുകൂടി കേൾക്കണം കേട്ടോ. വീണ്ടും Name two kinds of locomotion found in protoctista. പ്രോട്ടോട്ടിസ്റ്റുകളിൽ കാണപ്പെടുന്ന രണ്ട് കൈൻഡ് ഓഫ് ലോക്കോമോഷൻ ഏതാണ്? എന്തൊക്കെ യൂസ് ചെയ്തിട്ടാ അവര് മൂവ് ചെയ്യുക? ഒന്ന് ഫ്ലജല്ല. ഒന്ന് ഞാൻ പറഞ്ഞു, ഫ്ലജല്ല. ഫ്ലജല്ലാർ മൂവ്മെന്റ് കാണിക്കും. മറ്റേ മൂവ്മെന്റിന് ഒരു പേര് പറയും. എന്താ? എന്താ മോനെ? റിയാൻ എന്താ പറഞ്ഞത്? കേൾക്കാല്ലേ? റിയാൻ ഒന്ന് ടൈപ്പ് ചെയ്യോ? സ്യൂഡോപോഡിയ. എന്താ മോനെ? കേൾക്കാല്ലേ? സ്യൂഡോപോഡിയ. യെസ്, വെരി ഗുഡ്. സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ മൂവ്മെന്റ്. വെരി ഗുഡ്. സ്യൂഡോപോഡിയ മൂവ്മെന്റിനെയാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടാ. സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് അവര് മൂവ് ചെയ്യുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഫുഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അവര് സ്യൂഡോപോഡിയ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്നത് അമീബോയിഡ് മൂവ്മെന്റ് എന്നാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മൂവ്മെന്റ് സീലിയറി മൂവ്മെന്റ് ആണ്. സീലിയകളിൽ, ഫ്ലജല്ലാർ അല്ല കേട്ടോ, സോറി, സീലിയറി മൂവ്മെന്റ് ആണ്. സീലിയകൾ യൂസ് ചെയ്തിട്ട് അവര് മൂവ് ചെയ്യും. ഇപ്പൊ പാരമീഷ്യത്തിനൊക്കെ സീലിയ ഉണ്ട്. ഓക്കെ, പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? കാണിച്ചു തരാം. സ്യൂഡോപോഡിയ കണ്ട, സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ കണ്ടില്ലേ? സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർക്ക് സീലിയകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പാരമീഷ്യത്തിന് സീലിയകളാണുള്ളത്. ഉണ്ടാ, പാരമീഷ്യത്തിന് സീലിയകളാണുള്ളത്. സീലിയ ഉള്ളത് കാരണം കൊണ്ട് അവർക്ക് സീലിയറി മൂവ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, അമീബ കാണിക്കുന്നത് അമീബോയിഡ് മൂവ്മെന്റ് വിത്ത് യൂസിങ് സ്യൂഡോപോഡിയ. പാരമീഷ്യ കാണിക്കുന്നത് സീലിയറി മൂവ്മെന്റ്. യുഗ്ലീന കാണിക്കുന്നത് ഫ്ലജല്ലാർ മൂവ്മെന്റ്. അത് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് രണ്ടെണ്ണം പഠിച്ചാൽ മതി കേട്ടാ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ. പഠിച്ചോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത കിങ്ഡം പഠിക്കാൻ പോവാണ്. കിങ്ഡം ഫംഗായി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കിങ്ഡം ഫംഗായി. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഷെയർ കിങ്ഡം ഫംഗായി. ഓക്കെ, കിങ്ഡം ഫംഗായി കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ, ഇനി കിങ്ഡം ഫംഗായി, മൂന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം ഫംഗായി. നിങ്ങൾ മനസ്സിലാക്കുക, ഫംഗസ് എന്ന് പറഞ്ഞ പൂപ്പല് അല്ലെ? കിങ്ഡം ഫംഗായി എന്ന് പറഞ്ഞ പൂപ്പലുകളാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, മൊണീറ കഴിഞ്ഞു, കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ കഴിഞ്ഞു. നോക്കിയേ, മൊണീറനെക്കാട്ടിയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ജീവികളാണ് കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റകൾ. അതിനെക്കാട്ടിയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആളുകളാണ് കിങ്ഡം ഫംഗൈകൾ. അപ്പൊ ഫംഗസുകൾ ആരൊക്കെയാണ്? ഫംഗസിൽ ആരൊക്കെയുണ്ട്? ഇവര് നല്ലതാണോ ചീത്തതാണോ? ഇവരെങ്ങനെയാ റീപ്രൊഡക്ഷൻ നടത്തുന്നത്? ഇവരെവിടൊക്കെയാ കാണുന്നത്? എന്നുള്ള സകലമായ ഡീറ്റെയിൽസ് നമ്മൾ കിങ്ഡം ഫംഗൈൽ പഠിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചില ഫംഗസുകളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് പറയണം, ഈ ഫംഗസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടാ. ചില ഫോട്ടോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ഫംഗസ് ആണോ? ഇങ്ങനെ ഫംഗസ് ഉണ്ടോ?
ഓക്കെ, ഈ ഫംഗസിനെ ഞാൻ തിന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോ പറയും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതൊരു ഫംഗസ് ആണ്. ഇതൊരു ഫംഗസ് ആണ്. കണ്ട, മഷ്റൂം കണ്ടില്ലേ നിങ്ങള്? മഷ്റൂം ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഓക്കെ, മഷ്റൂമുകൾ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇനി ഇതൊരു മഷ്റൂമാണ്. ഇതൊരു മഷ്റൂം അല്ല, കിങ്ഡം ഫംഗയിൽ വരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള കിങ്ഡം ഫംഗസുകൾ ഉണ്ട്. ഈ ബ്രെഡിന്റെ മുകളിൽ പൂപ്പൽ വരില്ലേ, അത് ഫംഗസാ, അത് ഫംഗസ് ആണ്. ഓക്കെ, അച്ചാറിൽ വരുന്ന പൂപ്പലുകളില്ലേ, അത് ഫംഗസ് ആണ്. അതുപോലെ നമ്മുടെ ഈ കൂണുകളില്ലേ, കൂണുകള്, ഈ കൂണുകളും ഫംഗസുകളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫംഗസുകൾക്ക് ഒരിക്കലും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ഒറ്റക്ക് അവർക്ക് ഒരിക്കലും ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് ബോഡിയിൽ. അവരെന്താ ചെയ്യുക? അവർ ഫുഡുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഫംഗസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫംഗസ് എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രെഡിലും അച്ചാറുകളിലൊക്കെയാണ് അല്ലെ? ഈ ബ്രെഡിനെ അവർ ഭക്ഷണമാക്കിയിട്ട് വെക്കും. ബ്രെഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് അതിൽ വളരും. ഫംഗസിന് ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ബ്രെഡിന് ഫുഡാക്കി. കാരണം എന്താ? അവർ ഹെറ്ററോട്രോഫിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, പകരം ബാക്കിയുള്ളവരെ അവർ ഡിപ്പെൻഡ് ചെയ്യും. ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടുകളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കിങ്ഡം മൊണീറ കഴിഞ്ഞാല് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാരും യൂക്കാരിയോട്ടുകളാണ്. ഓക്കെ, പിന്നെ കിങ്ഡം ഫംഗസുകളില് യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. ലോകത്തില് ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസേ ഉള്ളൂ. അതേതാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടുണ്ട, ഇത് ഫംഗസാ. കണ്ടാ നിങ്ങള്? ഇത് ഫംഗസാ. ഓക്കെ, ഇതൊരു ഫംഗസ് ആണ്. ഇതൊരു ഫംഗസ് ആണ്. ഇത് ഏത് ഫംഗസ് ആണെന്നറിയോ? പറഞ്ഞുതരാം കേട്ടാ. ഈ ഫംഗസ് കണ്ട, ഇങ്ങനെയാണ് ഫംഗസ് ഇരിക്കുക. ത്രെഡ് ലൈക്ക് ഫിലമെന്റുകൾ പോലെയാണ് ഫംഗസുകൾ ഇരിക്കുക. ത്രെഡ് പോലെ, നാരുകൾ പോലെയാണ് ഫംഗസുകൾ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഫംഗയുടെ ശരീരം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് നാര് പോലെയാണ്. നാര് കണ്ട, ഒരുപാട് നാരുകൾ പോലെയാണ്. ആ നാരുകൾക്ക് വിളിക്കുന്ന പേരാണ് ഹൈഫെ. അപ്പൊ ഫംഗസിന്റെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സുകൾ കൊണ്ടാണ്. അതിന്റെ പേരാണ് ഹൈഫെ. കണ്ട, ഇത് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ സൂം ചെയ്തപ്പോ ഇതാണ് ഒരു ഹൈഫെ. കണ്ട, ഇത് വേറൊരു ഹൈഫെ. അങ്ങനെ ഒരുപാട് സ്ലെൻഡർ ബോഡീസുകൾ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഫംഗസിന്റെ ശരീരം. ഓക്കെ, ചില ഹൈഫകളുടെ ഉള്ളിൽ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ, ചിലത് ഒന്നിൽ കൂടുതൽ സെൽ ഉണ്ടാവും. കണ്ട, ഇതൊരു സെല്ല്, ഇതൊരു മൾട്ടി സെല്ലുലർ ഹൈഫയാണ്. ഓക്കെ, ഈ ഹൈഫയുടെ ഉള്ളിൽ ചില ഹൈഫയിൽ ഒരു ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. ഇതൊരു ന്യൂക്ലിയസാ. ചില ഹൈഫയുടെ അകത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫംഗസിന്റെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് കുറെ സ്ലെൻഡർ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സുകൾ കൊണ്ടാണ്. അതിന്റെ പേരാണ് ഹൈഫെ. ചില ഹൈഫകൾക്ക് ഒറ്റ സെല്ലുകളെ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് മൾട്ടിപ്പിൾ സെൽസുകൾ ഉണ്ടാകും. ചില ഹൈഫയുടെ അകത്ത് ഒറ്റ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ, ചില ഹൈഫകൾക്ക് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാകും. മനസ്സിലായോ? ഓക്കെ, ഇനി ഇയാളെ കണ്ട നിങ്ങള്? ഇതാണ് നമ്മുടെ ഈസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മള് അപ്പം, അതേപോലെ വെരി ഗുഡ്. നമ്മുടെ വൈൻ ഉണ്ടാക്കാനും ബിയർ ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും അതേപോലെ മാവൊക്കെ പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൊടിയാണ് അല്ലെ, ഈസ്റ്റ് പൊടി. നിങ്ങൾ മനസ്സിലാക്കുക, ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ലോകത്തിൽ ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസേ ഉള്ളൂ, അത് ഈസ്റ്റ് ആണ്. ഫംഗസ് കുടുംബത്തിൽ ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ഉള്ളും, അത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഈസ് സിംഗിൾ സെൽഡ് ആൻഡ് യൂണിന്യൂക്ലിയേറ്റ്, മീൻസ് ഒറ്റ ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലാർ ജീവികളാണ് നമ്മുടെ ഫംഗസ്. ഓക്കെ, ഈ ഫംഗസ് എഡിബിൾ ആണ്. മനസ്സിലായോ?
മനസ്സിലായോ? കണ്ടോ, ഒറ്റ Yes. സെല്ലാണ്. ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. കണ്ടോ, ഓരോ യൂണിസെല്ലുലാർ ആണ്. ഇത് ഫംഗസിന്റെ ഒരു കൂട്ട. ഓരോ സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ലോകത്തിൽ ഒരേ ഒരു സിംഗിൾ സെല്ലുലാർ ഫംഗസേ ഉള്ളൂ. അത് നമ്മുടെ ഈസ്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ഇല്ലേ, അത് ഫംഗസ് ആടാ, ഫംഗസ് ആണ് കേട്ടാ. പക്ഷെ നല്ല ഫംഗസാ. നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, വലിയ കുഴപ്പമില്ലാത്തൊരു ഫംഗസ് ആണ്. മാവ്, ഈ ഈസ്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാവൊക്കെ പൊന്തും. അതുകൊണ്ട് മാവ് പുളിക്കാനൊക്കെ പെട്ടെന്ന് ഈസ്റ്റ് സഹായിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഫംഗസ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? Yes. യെസ്, ഓക്കെ. ഇനി ഇനി ഫംഗസുകളുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ കൊണ്ടാണ്. അതിന്റെ പേര് കൈറ്റിൻ എന്ന. കൈറ്റിൻ നിങ്ങൾ മനസ്സിലാക്കുക. മൊണീറക്കും പ്രോട്ടോപ്റ്റിസ്റ്റുകൾക്കും ഫംഗസുകൾക്കും ഒക്കെ സെൽ വാൾ ഉണ്ട്. മൊണീറയുടെ ഫംഗസ് ഉണ്ടാക്കിയിട്ടുള്ളത്, മൊണീറയുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോ ഗ്ലൈക്കനും ഉണ്ട്. ഫംഗസിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ്. കൈറ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൈറ്റിൻ. ഓക്കെ, ഇനി ഇനി ഇതൊരു ഹൈഫ, ഇതൊരു ഹൈഫെ. ഈ രണ്ട് ഹൈഫകളുടെ ഇടയിൽ, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇത് മൊത്തമാണ് ഹൈഫെ. ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഹൈഫകൾ ഒരുപാട് സെല്ലുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ തടസ്സത്തിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. സെപ്റ്റ. ഓക്കെ, സെപ്റ്റ. സെപ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയർ ആണ്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് ഒരു ബാരിയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. സെപ്റ്റ. ഓക്കെ, അപ്പൊ ഹൈഫെ ഒരുപാട് സെല്ലുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെല്ലുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെല്ലിനും വിളിക്കുന്ന പേരാണ് സെപ്റ്റ. സെപ്റ്റ. ഓക്കെ, ഇനി ഈ സെപ്റ്റയുടെ അകത്ത് ഒരുപാട് ഓട്ടകളുണ്ട്. കണ്ടാ, ഓട്ടകളുണ്ട്. ഈ ഓട്ട വഴിയാണ് എന്ത് സൈറ്റോപ്ലാസം ഫ്ലോ ചെയ്യുന്നത്. മീൻസ് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഈ ഒരു പോറ് വഴിയാ. ഈ ഒരു പോറ് വഴിയാ. കണ്ടാ, ഇതാണ് സെപ്റ്റ. മൊത്തം ഈ തടസ്സത്തിന്, ഈ ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതൊക്കെ സെപ്റ്റകളാവും. പക്ഷെ ഈ സെല്ലിൽ നിന്ന് ഈ സെല്ലിലോട്ട് സെപ്റ്റ വഴി സാധനങ്ങൾ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് പോർ. പോർ. ഓക്കെ, ഈ പോറ് വഴിയാണ് സെപ്റ്റയിലുള്ള പോറ് വഴിയാണ് ഈ സെല്ലിൽ നിന്നും ഈ സെല്ലിലോട്ട് സാധനങ്ങൾ ഒഴുകുന്നത്. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടാ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും എക്സാമിന് ചോദിക്കൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ഫംഗസുകൾ ഹൈഫകൾ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ഹൈഫകൾക്ക് എന്തുണ്ട്, സെപ്റ്റകൾ ഉണ്ട്. ചില ഹൈഫകൾക്ക് സെപ്റ്റ ഇല്ല. ഓക്കെ, സെപ്റ്റയുടെ ഉള്ളിൽ ഓട്ടകളുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് സാധനങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ എ മാസ് ഓഫ് ഇന്റർവൂവൻ ഹൈഫ ഫോംസ്. ഓക്കെ, ഒരുപാട് ഹൈഫകൾ ചേർന്നിട്ടാണ് മൈസീലിയം ഉണ്ടാവുന്നത്. കണ്ടാ, ഇതൊരു ഹൈഫെ, ഇതൊരു ഹൈഫെ, ഇതൊരു ഹൈഫെ, അങ്ങനെ ഒരു ആയിരക്കണക്കിന് ഹൈഫകൾ കൂടി ചേർന്നിട്ടാണ് മൈസീലിയം ഉണ്ടാകുന്നത്. മൈസീലിയം. നിങ്ങൾ മനസ്സിലാക്കുക, ഫംഗസിന്റെ ബോഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈസീലിയം ആണ്. മൈസീലിയം ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈഫകൾ കൊണ്ടാണ്. ഓക്കെ, ഒരുപാട് ഹൈഫകൾ കൂടി ചേർന്നിട്ടാണ് മൈസീലിയം ഉണ്ടാകുന്നത്. മൈസീലിയം ഈസ് ആക്ച്വലി ദ ബോഡി ഓഫ് ദി ഫംഗസ്. ബോഡി ഓഫ് ദി ഫംഗസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ മൈസീലിയത്തിന് നമ്മുടെ ഇപ്പൊ ഒരു മരത്തിന്റെ മുകളിൽ കുറെ ഫംഗസുകൾ ഉണ്ടായി, മഷ്റൂമുകൾ ഉണ്ടായി. കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ പറ്റും ഇവരുടെ ബോഡിക്ക്. മനസ്സിലായ? മീൻസ് ഒരു മരത്തിന്റെ മുഴുവൻ ശരീരത്തിലും പടർന്നു പിടിക്കാനുള്ള കഴിവാർക്കുണ്ട്, മൈസീലിയങ്ങൾക്കുണ്ട്. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരുടെ അടിഭാഗം. അല്ലേ, അവരുടെ അടിഭാഗം പടർന്നു പിടിക്കും. എവിടെയാണുള്ളത്, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഫോർ എക്സാമ്പിൾ മഴക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ഈ ചത്ത മരങ്ങൾ ഉണ്ടാവും. ചത്ത മരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ ഇല്ലേ, നനഞ്ഞിട്ട് കുതിർന്നിട്ട് വീണ് കിടക്കുന്ന മരത്തടികള്, അതിന്റെ മുകളിൽ നിറയെ മഷ്റൂംസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ സബ്സ്ട്രാറ്റും ഇവരുടെ അടിഭാഗം കണ്ട് പടർന്നു പിടിക്കും. ഈ ഫംഗസുകൾ വളരുന്നത് എവിടെയാണെന്നറിയോ, ഈ ചീഞ്ഞ സാധനങ്ങളിൽ നിന്നാണ്.
ഓക്കെ, ചത്ത സാധനങ്ങളെ ഭക്ഷണമാക്കുന്ന ആൾക്കാരാണ് ഫംഗസ്. ബ്രെഡിനെ ഭക്ഷണാക്കിയില്ലേ, അച്ചാറിനെ ഭക്ഷണാക്കിയില്ലേ, അച്ചാറ് കേടുവരുമ്പോഴാണ് ഫംഗസ് വളരുന്നത്. ഓക്കെ, അപ്പൊ ചത്ത സാധനങ്ങളെ ഭക്ഷണമാക്കുന്നതാണ് ഈ ഫംഗസുകൾ. അപ്പോൾ ഇവരുടെ സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് പടർന്നു പിടിക്കും. ഓക്കെ, പിന്നെ ഇവർക്ക് ക്ലോറോഫിൽ ഇല്ല. കാരണം എന്താ? അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അല്ലേ? അവര് ബാക്കിയുള്ളവരുടെ ഭക്ഷണമാക്കുക. അവർക്ക് സെൽഫായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താനൊന്നും പറ്റില്ല. അത് കാരണം അവർക്ക് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി പിന്നെ നോക്കിയേ, അവരെവിടുന്ന ഫുഡ് മേടിക്കുന്നത്? ദേ വിൽ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മഷ്റൂമുകളൊക്കെ കൂടുതലും വളരുന്നത് ഈ മരത്തടികളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അതുപോലെ കൊമ്പിന്റെ ചില്ല, അല്ലെങ്കിൽ ചത്ത പ്ലാന്റ്, അങ്ങനെ ഈ ചീഞ്ഞ സാധനങ്ങളിൽ നിന്നാണ് ഈ മഷ്റൂംസുകളൊക്കെ വളരുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കിങ്ഡം ഫംഗസുകൾ അവര് ഈ ഫംഗസുകൾ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്ററിലാണ്. ആ രീതിയിലത്തെ ഭക്ഷണ രീതിയാണ് സാപ്ട്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെഡിൽ വരുന്ന പൂപ്പലില്ലേ, അതൊരു കൈൻഡ് ഓഫ് സാപ്ട്രോഫൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സാപ്ട്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ചത്ത സാധനങ്ങളെ ഭക്ഷണമാക്കുന്നത്. ഹുവർ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്റർ, അവരെയാണ് സാപ്ട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. ആ കൈൻഡ് ഓഫ് ഭക്ഷണ രീതിയെയാണ് സാപ്ട്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം ഫംഗയുടെ ന്യൂട്രീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി: സാപ്ട്രോഫൈറ്റിക് ന്യൂട്രീഷൻ. ഓക്കെ, സാപ്ട്രോഫൈറ്റിക് ന്യൂട്രീഷൻ. മനസ്സിലായോ? യെസ് മനസ്സിലായോ മക്കളെ? യെസ്. ഓക്കെ ഓക്കെ, ഇനി ആ ആ അങ്ങനെയാണെങ്കിൽ എല്ലാ ഫംഗസുകൾക്കും ഫ്ലജെല്ല ഇല്ല. ഓക്കെ, വലിയ വലിയ ഫംഗസുകൾക്ക് ഫ്ലജെല്ല ഇല്ല. ഫോർ എക്സാമ്പിൾ മഷ്റൂംസ് ഒക്കെ വലിയ ഫംഗസുകളാണ്, അവർക്കൊന്നും ഫ്ലജെല്ല ഇല്ല. പക്ഷെ ചില അക്വാട്ടിക് ഫംഗസുകളുണ്ട്, വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഫംഗസുകളുണ്ട്. അപ്പൊ അവരുടെ ഗാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫംഗസുകൾ മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഈ ഫംഗസുകളിലുള്ള മെയിലും ഫീമെയിലും എന്തിനെ റിലീസ് ചെയ്യും? ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യും. മീൻസ് എഗ്ഗിനെയും സ്പേമിനെയും റിലീസ് ചെയ്യും. അപ്പൊ അവർക്ക് എന്തുണ്ട്? ഫ്ലജെല്ലയുണ്ട്. കാരണം വെള്ളത്തിലൊക്കെ അവർക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന്റെ പിക്ചർ വിസിറ്റിട്ടില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഈ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഫംഗസുകൾക്ക് ഫ്ലജെല്ലയുണ്ട്. അവരുടെ ഗാമേറ്റ്സുകൾക്ക്, സ്പേമിനും എഗ്ഗിനൊക്കെ ഫ്ലജെല്ലയുണ്ട്. കാരണം വെള്ളത്തിലൊക്കെ പെട്ടെന്ന് ഒഴുകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്ലജെല്ല വേണം. നമ്മൾ ഫ്ലജെല്ല എന്താന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഹയർ ഫംഗൈ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മഷ്റൂംസുകൾക്ക് എന്തില്ല? ഫംഗസുകൾ അല്ല, ഫ്ലജെല്ല ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ഫംഗസുകൾക്കും ഫ്ലജെല്ല ഇല്ല. വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഫംഗസുകൾക്ക് മാത്രമേ ഫ്ലജെല്ല ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഫ്ലജെല്ല ഒരു ഓപ്ഷണൽ ആണ് കേട്ടോ. ഇനി വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫംഗസുകൾ അസെക്ഷൽ റീപ്രൊഡക്ഷനും നടത്തും, സെക്ഷുവൽ റീപ്രൊഡക്ഷനും നടത്തും. രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷനും ഇവര് നടത്താറുണ്ട്. ഓക്കെ, അപ്പോ അത് അത്ര പഠിച്ചാൽ മതി, അവിടെ അത്ര പഠിച്ചാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഫംഗസുകൾ സാപ്ട്രോഫൈറ്റ്സുകളാണ്. പിന്നെ അവർ റീപ്രൊഡക്ഷൻ നടത്തും, അസെക്ഷലും നടത്തും, സെക്ഷുവലും നടത്തും. അത്ര മാത്രം പഠിച്ചാൽ മതി. ഇനി കിങ്ഡം ഫംഗസുകളെ നമുക്ക് 6 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. 6 ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ ഈ 6 ഗ്രൂപ്പൊന്നും നമുക്ക് പഠിക്കണ്ട. നമ്മൾ 2-3 ഗ്രൂപ്പുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ഗ്രൂപ്പുകൾ. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പാണ് മിക്സോമൈസീഡ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫൈക്കോമൈസീഡ്സ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആസ്കോമൈസീഡ്സ്. നാലാമത്തെ ഗ്രൂപ്പാണ് ബെസിഡിയോമൈസീഡ്സ്. പേര് കേട്ടിട്ട് പേടിക്കണ്ട, ഇതെല്ലാതും നമുക്ക് കാണാണ്ട് പഠിക്കണ്ട. പിന്നെ 5ാമത്തെ ഗ്രൂപ്പാണ് ഡ്യൂട്രോമൈസീഡ്സ്. 6ാമത്തെ ഗ്രൂപ്പാണ് ലൈക്കൻസും മൈക്കോറൈസകളും. ഓക്കെ, അപ്പൊ എല്ലാതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഫംഗസുകൾ ഒരു വലിയ കിങ്ഡം, അതിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്.
ഓക്കെ, അതിലുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈസ്റ്റുകളാണ്. ഈസ്റ്റുകൾ ഇത് ഏതാ ഗ്രൂപ്പ് എന്നൊന്നും ഞാൻ പറയണില്ല, നിങ്ങൾ ജസ്റ്റ് ഈസ്റ്റ് എന്നുള്ള പേര് പഠിച്ചു വെക്കണം. ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ്റ്റ് അവരുടെ ശരീരത്തിൽ ഹൈഫകളില്ല. ഓക്കെ, ഈസ്റ്റ് ഇമ്പോർട്ടന്റ്. ഈസ്റ്റിനെ കുറിച്ചിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ഹൈഫകളെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇതൊക്കെ സിംഗിൾ സെൽസുകളാണ്. സിംഗിൾ ഓവൽ സെൽസ് ഒക്കെ ഉണ്ടാവും. ഓവൽ ഓവൽ മുട്ടയുടെ ഷേപ്പിലുള്ള സെൽസുകളാണ് ഇവർക്കുള്ളത്, അല്ലെ? പിന്നെ ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതന്നെ ഒവോയിഡ് സെല്ലുകളാണ്. പിന്നെ ഇവരുടെ ഇവർക്ക് സെൽ വോളും ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, അവരുടെ ബോഡിയിൽ എന്തുണ്ട്? വൺ ഓർ മോർ വാക്യൂൾസുകൾ ഉണ്ട്. വാക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇവരുടെ ഉള്ളിൽ ഒരേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുക്കളയിലൊക്കെ സ്റ്റോർ റൂം ഉണ്ടാവും, അല്ലെ? ഈ സ്റ്റോർ റൂമിന്റെ അകത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലത്തെ സ്പേസുകളെയാണ് നമ്മൾ വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂൾസ്. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ ഒന്നിൽ കൂടുതൽ വാക്യൂളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പിന്നെന്താണ്, കുറെ ഗ്രെന്യൂൾസ് ഉണ്ടാവും. ഈസ്റ്റിന്റെ ബോഡിയിൽ കുറെ ഗ്രെന്യൂൾസുകൾ ഉണ്ടാവും. ഗ്രെന്യൂൾസ് എന്ന് പറയുമ്പോൾ കുറെ തരി തരി പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഡോട്ട് 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 പോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാകും. അതിനെയാണ് ഗ്രെന്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എന്തിനു സ്റ്റോർ ചെയ്യാൻ പറ്റും? ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫാറ്റുകളെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ സൈറ്റോപ്ലാസം ഗ്രാനുലാർ ആണ്. ഗ്ലൈക്കോജനെയും ഫാറ്റിനെയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവരുടെ ന്യൂട്രീഷൻ ഓൾറെഡി പറഞ്ഞു, സാപ്ട്രോഫൈറ്റിക് ആണ് അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ ഈസ്റ്റ് യൂസ് ചെയ്യും. ബിയർ ഇൻഡസ്ട്രിയിൽ, ആൽക്കഹോൾ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഫെർമെന്റേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഫെർമെന്റേഷൻ. ഓക്കെ, ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഫെർമെന്റേഷൻ. ഓക്കെ, അപ്പൊ ഈസ്റ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷുഗർ കണ്ടന്റ് ഉള്ള ഒരു സാധനത്തിനെ, ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ ഗോതമ്പ്, വീറ്റിൽ നിന്ന് നമ്മൾ ബിയർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. വൈൻ ഉണ്ടാക്കണം, വൈന് ആവണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇവർക്ക് അനേറോബിക് റെസ്പിറേഷൻ എന്നുള്ള ഒരു പ്രക്രിയ ചെയ്യാൻ പറ്റും. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാണ്ട് തന്നെ റെസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ ഈസ്റ്റുകൾ ചെയ്യും. അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, ഈസ്റ്റുകൾക്ക് ഫെർമെന്റേഷൻ നടത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൽക്കഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയൊക്കെ റിലീസ് ആകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈസ്റ്റിന്റെ റെസ്പിറേഷൻ എനറോബിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാണ്ട്. ഇപ്പൊ വൈനൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈന് ഭൂമിന്റെ ആ അടിയിൽ ഈ മുന്തിരിയുടെ പഴുപ്പൊക്കെ എടുത്തിട്ട് അവര് വലിയൊരു ഭരണിയിൽ ആക്കിയിട്ട് ഈസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യും? ഭൂമിന്റെ അടിയിൽ കുഴിച്ചിടും. അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഒന്നുമില്ല. ഓക്സിജൻ ഇല്ലാണ്ട് തന്നെ ഈസ്റ്റുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ഓക്കെ, ഈസ്റ്റിന്റെ പ്രസൻസിന്റെ ആവശ്യമില്ല ആർക്ക്? സോറി, ഓക്സിജന്റെ പ്രസൻസ് ഈസ്റ്റുകൾക്ക് ആവശ്യമില്ല. അവർക്ക് ഈ ഓക്സിജൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ജീവിത രീതിയാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്, അനേറോബിക് ഓർഗാനിസംസ്. അപ്പൊ അവരതിൽ പറ്റി വളർന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളാക്കി മാറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വൈനും ബിയറും ആൽക്കഹോളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഈസ്റ്റിന്റെ ഒരു കണ്ടുപിടുത്തം, ഈസ്റ്റിന്റെ ഒരു യൂസേജ് ഒരുപാട് ഇൻഡസ്ട്രീസിനെ സഹായിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആൽക്കഹോളിക് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി എങ്ങനെയാ അറിയോ ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുക? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസുകളിൽ തന്നെ ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ്, അല്ലെ? അവരെന്ത് ചെയ്യും? ആദ്യം ഒരു ഈസ്റ്റിന്റെ സെല്ല് ഉണ്ടാവും ട്ടാ. ഈ ഈസ്റ്റിന്റെ സെല്ല് എന്ത് ചെയ്യും? മെച്ചുവേർഡ് ആകും. മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു ബൾജ് ഉണ്ടാവും. ആ ബൾജിൽ നിന്ന് പുതിയൊരു ബഡ് ഉണ്ടാവും, ഒരു മുട്ട് പോലെ ഉണ്ടാവും. ആ മുട്ടിൽ നിന്ന് പുതിയൊരു ഈസ്റ്റ് ഉണ്ടാവും, ഈസ്റ്റിന്റെ കുട്ടികൾ ഉണ്ടാവും. നിങ്ങൾ കണ്ട, ഇതാണ് ഈ ഒരു റീപ്രൊഡക്ഷന് പറയുന്ന പേരാണ് ബഡ്ഡിങ്. ഇതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈസ്റ്റിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ഡിങ് ആണ്. ബഡ് ഉണ്ടാക്കിയിട്ടാണ് അവര് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഹലോ, ഓക്കെ ആണോ? മനസ്സിലായോ ഇതുവരെ എടുത്തത്? ആ ഓക്കെ ആണോ? അപ്പൊ ഈസ്റ്റ് വരെ നിങ്ങൾ പഠിക്കണം. ഓക്കെ,
എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൽ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എല്ലാ ക്ലാസിഫിക്കേഷൻസും നമുക്ക് പഠിക്കണ്ട ട്ടാ. അപ്പൊ ഈസ്റ്റ് വരെ നിങ്ങൾ പഠിച്ചിട്ട് വരണം. ഓക്കെ ആണോ? നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റണം. ആ പറയില്ലേ? എന്തെങ്കിലും നിങ്ങൾ ആ ആരും എന്തെന്ന് സംശയം ചോദിക്കാത്തത്? ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ആരും സംശയമൊന്നും ചോദിക്കണില്ല. ക്ലാസ് കേൾക്കാറില്ല നിങ്ങള്? ആ മിസ് ഓക്കെ ഓക്കെ. അപ്പൊ ഈസ്റ്റ് വരെ ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കാണാത്തവർ കാണുക, കേൾക്കാത്തവർ കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസുകളൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. നാളത്തെ ക്ലാസ് മിസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. ഹലോ ഹലോ. മിസ് ലൈക്കൻസും മൈക്കോറിസും ഒരു ക്ലാസിഫിക്കേഷനാ? എന്താ മോനെ? ലൈക്കൻസും മൈക്കോറിസും ഫംഗയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ലൈക്കൻസും മൈക്കോറൈസും ഫംഗയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണോ? ക്ലാസിഫിക്കേഷൻ ആണ്. അതിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല ട്ടാ. അതുണ്ട്. ലൈക്കൻസും മൈക്കോറൈസും ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ട്ടാ. ആ ആ ആ, ഓക്കെ. അത് നമ്മൾ പഠിക്കും. ഇന്ന് നമ്മളിപ്പോ ഈസ്റ്റ് വരെ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം കണ്ടന്റ് ആയില്ലേ? ആ ആ ഓക്കെ. അപ്പൊ ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ. റിയാൻ എന്നാ എക്സാം വരുന്നത്? എനിക്ക് ഓഗസ്റ്റില്. ഓഗസ്റ്റിൽ വരുന്നുണ്ട് അല്ലേ? ആ ഓഗസ്റ്റിൽ തന്നെയാണോ എഴുതുന്നത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. അതിനുള്ളിൽ ഫിനിഷ് ചെയ്യാം, മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ് ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ ഓക്കെ. ഓക്കെ. ശരി.